ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് കൊളംബോയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കും. ശ്രീലങ്കയിൽ നിന്ന് വിമാനം പുറപ്പെട്ടു. 400 പേരെയാണ് ഇന്ത്യയിലെത്തിക്കുക. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ? അജീഷ്. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് 400 ഇന്ത്യക്കാരാണ് ശ്രീലങ്കയിൽ കുടുങ്ങിയത്. അവിടുത്തെ അന്താരാഷ്ട്ര വിമാന സർവീസുകളെല്ലാം തന്നെ താറുമാറായതോടെയാണ് ഇവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയാതെ അവിടെ കുടുങ്ങിയത്. ഇതിനെ തുടർന്നാണ് അവിടുത്തെ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു ഓപ്പറേഷൻ തുടങ്ങിയത്. അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുമായിട്ട് പോയ വ്യോമസേനയുടെ വിമാനങ്ങൾ ശനിയാഴ്ച തന്നെ അവിടെ എത്തിയിരുന്നു. ഇത് കൂടാതെ പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയാണ് ഈ 400 ഇന്ത്യക്കാരെ ഇപ്പോൾ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി എത്തിക്കുന്നത്. 150 പേരെ ആണ് ആദ്യം ഡൽഹിയിൽ എത്തിക്കുക. കൂടാതെ രണ്ടാമത്തെ വിമാനത്തിൽ 250 പേരെ തിരുവനന്തപുരത്തായിരിക്കും എത്തിക്കുക. ആ വിമാനം ബന്ദാരനായിക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന അറിയിപ്പ്. ശരി, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനിയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.